ഖാലിസ്ഥാനികളുടെ പ്രധാന ഒരു കലാപരിപാടിയാണ് വിദേശ രാജ്യങ്ങളിൽ സ്വതന്ത്ര പഞ്ചാബ് രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു റഫറണ്ടം, അതായത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക. അതായത് ഈ പഞ്ചാബ് സ്വതന്ത്ര രാജ്യമായി പഞ്ചാബ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വോട്ട് ചെയ്യണം. അതാണ് ഈ റഫറണ്ടമായിട്ട് അവർ നടപ്പാക്കുന്നത്. അതൊരു കലാപരിപാടിയാണ്. മിക്കവാറും ഒക്കെ അത് കാനഡയിലാണ് നടക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അത് കാനഡയ്ക്ക് പുറത്ത് ന്യൂസിലാൻഡിലേക്ക് അവർ അത് നടത്തി. ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് I5 രാജ്യങ്ങളാണ്. അതായത് കാനഡയും അമേരിക്കയും അടങ്ങുന്ന 5 രാജ്യങ്ങളിൽ പെടുന്ന ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. അതിൻ്റെ ഒരു ഹുങ്കിലാണോ എന്നറിയില്ല. ഏതായാലും അവിടെ റഫറണ്ടം നടത്തി. പതിവ് പോലെ അവരുടെ ഖാലിസ്ഥാനിലെ മഞ്ഞ പതാകയുമൊക്കെ പിടിച്ചുകൊണ്ടാണ് ഈ ഖാലിസ്ഥാൻകാർ അവിടെ വരിവരിയായി നിന്നുകൊണ്ട് ഈ റഫറണ്ടത്തിൽ പങ്കെടുക്കുന്നത്. ആ സമയത്ത് അവിടേക്ക് ഒരു ന്യൂസിലാൻഡ് പൗരൻ കടന്നെത്തിയ വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ. അദ്ദേഹം വെറുതെ കടന്നെത്തിയതല്ല, മെഗാഫോൺ പിടിച്ചുകൊണ്ടാണ് എത്തിയത്. ഇനി നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം, അതിനുശേഷം വാർത്തയിലേക്ക് പോകാം. Soldiers left this country and are buried on foreign soil. New Zealand and Australia, the Anzacs, are buried on foreign soil. They went and bled and died for this country, and you think you can come over here and fly that disgusting yellow flag in another country? How dare you? Who do you think you are? Go back and do this in your own country. You're trespassing. You're trespassing. That flag is not welcome in this country. Your flag ain't welcome in this country. We only fly the red, white and blue, baby. The New Zealand flag. The New Zealand flag. The New Zealand flag. Go back to your own country. Don't bring your false agenda into my country. This is my country. New Zealand, Aotearoa, belongs to Jesus. We only fly the red, white and blue in this country, not that yellow Pakistan flag. മെഗാഫോണുമേന്തി എത്തിയ ന്യൂസിലാൻഡുകാരൻ പറയുന്നത്, ഈ പണിയൊക്കെ നീ നിൻ്റെ നാട്ടിൽ ചെയ്താൽ മതി. ഇത് രാജ്യം വേറെയാണ്, ഇവിടെ കിടന്ന് കളിക്കരുത്. ഇവിടെ ഈ പതാകയുടെ ആവശ്യമില്ല. ഇവിടെ ഒരു പതാകയുണ്ട്, അത് ഈ രാജ്യത്തിൻ്റെ പതാകയാണ്, ന്യൂസിലാൻഡിൻ്റെ പതാകയാണ്. ഇവിടെ വലിഞ്ഞു കയറി വന്നിട്ട് ഞങ്ങളുടെ രാജ്യത്തിരുന്ന് നിൻ്റെയൊക്കെ അജണ്ട നടപ്പാക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവിടെ ഈ പരിപാടി നടത്താൻ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. നിങ്ങൾ ആരാണ് എന്നാണ് നിങ്ങളുടെ ധാരണ എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, കാനഡയ്ക്ക് പുറത്ത് വീണ്ടും മറ്റൊരു കാനഡ സൃഷ്ടിക്കാനുള്ള ഖാലിസ്ഥാനിയുടെ ശ്രമം മുളയിലേ നുള്ളുകയാണ് ന്യൂസിലാൻഡിലെ വെറുമൊരു സാധാരണ പൗരൻ. ഇതൊരു പൗരൻ്റെ വാക്കായി മാത്രം കാണാൻ കഴിയില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ കുടിയേറിയവരെയൊക്കെ അടിച്ച് പുറത്താക്കുന്ന തിരക്കിലാണ്. ആദ്യഘട്ടത്തിൽ പുറത്താകുന്നത് ഇതുപോലുള്ള മതമൗലികവാദികളാണ്, ഇപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആളുകളാണ് കൂടുതലും പുറത്തു പോകുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് മിക്കവാറും പോകുന്നത് ഇവന്മാരും ഇല്ലെങ്കിൽ ഇവന്മാർ കാരണം ഇന്ത്യക്കാരും ആകാൻ സാധ്യതയുണ്ട്. ഏതായാലും ന്യൂസിലാൻഡിലെ പൗരൻ ഒറ്റയ്ക്ക് നിന്ന് ആ കൂട്ടമായി എത്തിയ ഖാലിസ്ഥാൻകാരെ വിറപ്പിക്കുന്നത് കാണാം. സാധാരണഗതിയിൽ ഖാലിസ്ഥാൻകാരെ തിരിച്ച് ആക്രോശിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അത് അമേരിക്കയിലായാലും UK-യിലായാലും ഒക്കെ നമ്മൾ ആ കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ കൊച്ചുകുട്ടിയെപ്പോലെ ഇയാളുടെ വായിരിക്കുന്നത് മുഴുവൻ കേട്ട് ക്യൂ നിൽക്കുന്ന ഖാലിസ്ഥാനികളെ കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.